നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ച് വിശ്വാസികൾ. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് പോർച്ചുഗലിലെ ഫാത്തിമ മാതാവിന്റെ ദേവാലയത്തിൽ മെഴുകുതിരി പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുവാനായി ഒത്തുകൂടിയത്. 1917 മെയ് 13 3 ഇടയമക്കളായ ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നിവർക്ക് കന്യകാമറിയം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പ്രദക്ഷിണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന വിശ്വാസികൾ കത്തിച്ച മെഴുകുതിരികൾ പിടിച്ച് ജപമാല ചൊല്ലിയാണ് പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നത്. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ ഒരു ശേഖരം തന്നെ വരച്ച അർജന്റീനക്കാരനായ കലാകാരൻ മെഴ്സിഡസ് ഫാരിന ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യ ഛായാചിത്രം പുറത്തിറക്കി. 30 വർഷത്തിലധികമായി ചിത്രരചനാ രംഗത്ത് പ്രവർത്തിക്കുന്ന മെഴ്സിഡസ് വലിയ ഫോർമാറ്റ് ക്യാൻവാസിലാണ് എണ്ണച്ചായം കൊണ്ട് പെയിന്റിംഗ് ചെയ്തത്. സാന്താ മരിയ ഡി ചിക്ലായോയിലെ കത്തീഡ്രലിന് സമീപമാണ് ഈ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത്. മാർപ്പാപ്പ ആകുന്നതിനു മുമ്പ് ചിക്ലായോയിലെ ബിഷപ്പായിരുന്നു ലിയോ 14 പാപ്പ. മാർപ്പാപ്പയുടെ ആദ്യ വാക്കുകളെ സൂചിപ്പിക്കുമാറ് കത്തീഡ്രലിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന വാചകം എഴുതിയിട്ടുണ്ട്. ബുദ്ധമത വിശ്വാസികളുടെ ഉത്സവമായ വെസക്കിൽ ബുദ്ധമത വിശ്വാസികൾക്ക് ആശംസയുമായി വത്തിക്കാൻ. എല്ലാവർക്കും സമാധാനം, നീതി, അന്തസ് എന്നിവ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്ന് മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രി ആശംസിച്ചു. ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാടും ഡിക്കാസ്ട്രിയുടെ സെക്രട്ടറി മോൺസിഞ്ഞോർ ഇന്ദുനിൽ ജനകരത്നെ കൊടിതൂവാക്കുവും ഒപ്പിട്ട ഈ സന്ദേശം കത്തോലിക്ക മതത്തിനും ബുദ്ധമതത്തിനും ഇടയിലുള്ള പൊതു അടിത്തറയെ എടുത്തു കാണിക്കുന്നതാണ്. സന്ദേശത്തിന്റെ അവസാന ഭാഗത്ത് സംവാദത്തിലൂടെ നമ്മുടെ കാലത്തെ വെല്ലുവിളികൾക്ക് യോഗ്യമായ പ്രതികരണങ്ങൾ നൽകുവാൻ പാരമ്പര്യങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ആഗോളതലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വധശിക്ഷകളെക്കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ട് പുറത്തിറക്കി മനുഷ്യാവകാശ നിരീക്ഷക സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ. 2024 1518 വധശിക്ഷകൾ നടന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2023 അപേക്ഷിച്ച് 32% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മതപീഡനവുമായി ബന്ധപ്പെട്ട വധശിക്ഷ നടപ്പാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചൈന, ഉത്തര കൊറിയ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നടപ്പിലാക്കിയ ആയിരക്കണക്കിന് വധശിക്ഷകൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം വിയറ്റ്നാമിൽ വളരെ ഗുരുതരമായ മതസ്വാതന്ത്ര്യ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന പാപ്പമാരുടെ കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്നിടത്ത് വിശുദ്ധ ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ച് ലയോ 14 പാപ്പ. മെയ് 11 ഞായറാഴ്ചയാണ് ബലിയർപ്പണം നടന്നത്. അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിന്റെ പ്രിയോർ ജനറൽ ഫാദർ അലഹാൻഡ്രോ മൊറാൽ സഹകാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ പത്രോസിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നതിന് അടുത്തുള്ള അൾത്താരയിലാണ് വിശുദ്ധ ബലിയർപ്പിച്ചത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.